എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആര്യ, സിദ്ധ കൺസൾട്ടന്റ്, ആര്യ സായർ സിദ്ധ ക്ലിനിക്. എന്താണ് ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്താണ്? അപ്പം നോർമലായിട്ടുള്ള ഒരു പീരീഡ്സ് അല്ലെങ്കിൽ നോർമലായ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 27 മുതൽ 35 ദിവസം വരെയാണ്. ഈ 27 മുതൽ 35 ദിവസത്തിനുള്ളിൽ പീരീഡ്സ് ആവാതിരിക്കുക. ഒരു 1-2 മാസം, മാക്സിമം ഒരു 3 മാസം അടുപ്പിച്ച് പീരീഡ്സ് ആവാതിരിക്കുക. പിന്നീട് 6 months വൺസ് ആവുക, അല്ലെങ്കിൽ വർഷത്തിൽ എപ്പോഴെങ്കിലും 1-2 തവണ. പീരീഡ്സിനൊരു കറക്റ്റായിട്ടൊരു റെഗുലർ ഷെഡ്യൂൾ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്നത്. ഇറഗുലർ പീരീഡ്സിന് ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിനായിട്ടൊരു റീസൺ എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് കണ്ടീഷനാണ്. ഒരുപാട് വെയിറ്റ് ഉള്ള ഒരാൾക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. പിന്നീട് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസുകൾ, തൈറോയിഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ്, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്ന 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ. പിന്നെ പ്രഗ്നൻസി ടൈമിൽ പീരീഡ്സ് ഇല്ലായിരിക്കും. പിന്നെ അനീമിയ, രക്തക്കുറവ്, വളർച്ച അതുപോലുള്ള കണ്ടീഷനിലുള്ള പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. അമിതമായ സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ഇൻസോംനിയ കണ്ടീഷനിലുള്ള പീരീഡ്സ് റെഗുലർ ആയിരിക്കും. ഇങ്ങനെയുള്ള പല റീസൺസ് ഉണ്ട് പീരീഡ്സ് റെഗുലർ ആകാൻ. അല്ലെങ്കിൽ PCOD പോലുള്ള ഒരു കണ്ടീഷനിൽ പീരീഡ്സ് റെഗുലർ ആയിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ പിന്നീട് ഇതിന് കാരണമായിട്ട് പിന്നീട് സംഭവിക്കാറുണ്ട്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ നോർമലി സംഭവിക്കുന്നത് HPO ആക്സിസിൻ്റെ ഒരു കൺട്രോളിലാണ്. അതായത് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് ആണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾസ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിനിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലോട്ടൊരു സിഗ്നൽ പോകുന്നു. പിന്നെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് നമ്മുടെ ഓവറീസിലോട്ടൊരു സിഗ്നൽ. ഈ ഓവറീസ് പിന്നെ ഈസ്ട്രോജൻ, പ്രൊജെസ്ട്രോൺ എന്ന 2 ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഈ 2 ഹോർമോൺസാണ് ഒരു എൻറ്റയർ പീരീഡ്സ് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ പീരീഡ്സ് ആവാത്തൊരു കണ്ടീഷനിൽ നമ്മുടെ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ അഫക്റ്റഡ് ആകുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഹോർമോണൽ ബാലൻസ് തന്നെ അഫക്റ്റഡ് ആകും. ലോങ് റണ്ണിൽ അത് പല പ്രോബ്ലംസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബാക്കിയുള്ള ചേഞ്ചസ്, പിന്നെ സ്ട്രെസ്സ്, മൂഡ് സ്വിങ്സ് അതുപോലുള്ള പല കാരണങ്ങളിലോട്ട് കൊണ്ടുപോകും. ഒരുപാട് കാലം പീരീഡ്സ് ആകാതിരിക്കുമ്പം അനോവുലേറ്ററി സൈക്കിൾ എന്നൊരു കണ്ടീഷൻ വരും, അല്ലെങ്കിൽ ഓവം അല്ലെങ്കിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു കണ്ടീഷൻ. അത് പിന്നീട് ഇൻഫെർട്ടിലിറ്റി എന്നൊരു കണ്ടീഷനിലോട്ട് മാറും. പിന്നെ പീരീഡ്സ് ഒരുപാട് നാളാകാതിരിക്കുമ്പം ഈസ്ട്രോജൻ ലെവൽ കൂടുന്നു. ഈസ്ട്രോജൻ ലെവൽ കൂടുതലാകുമ്പം നമുക്ക് പിന്നീട് ഓസ്റ്റിയോപോറോസിസ്, കാൽഷ്യം മെറ്റാബോളിസിനെ അഫക്റ്റ് ചെയ്ത് പിന്നീട് ലോങ് റണ്ണിൽ പീരീഡ്സ് ആകാതിരിക്കുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കൂടുമ്പം എൻഡോമെട്രിയൽ തിക്നെസ്, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ എന്നൊരു കണ്ടീഷൻ, അത് പിന്നീട് കാർസിനോമ, ക്യാൻസറിലേക്ക് വരുമാറാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ നമ്മളൊരു കോഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സൈക്കിൾ കറക്റ്റ് ചെയ്ത് വേണ്ട ഡയറ്ററി ചേഞ്ചസ്, എക്സർസൈസ്, മെഡിസിൻ വേണമെങ്കിൽ അത് എടുത്ത് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്ത് ഹാപ്പിയായി നമ്മുടെ ബയോറിതം, നമ്മുടെ ഹോർമോണൽ സൈക്കിളെല്ലാം റെഗുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക.